സമ്മേളനത്തിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണമെന്ന സിപിഐയുടെ വിമർശനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. കൊല്ലത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ പൊതുചർച്ചയായി ഉയർന്ന ഈ വിമർശനം സിപിഐയുടെ ഇടതുമുന്നണിയിലും അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയെ ഭയപ്പെടുന്നവരാണ് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെന്നും സിപിഐ മന്ത്രിമാർക്ക് സ്വന്തം വകുപ്പുകളിൽ പോലും കാര്യമായി സ്വാധീനമില്ല എന്ന് പ്രതിനിധികൾ തുറന്നടിച്ചു. ഇത് വെറും പാർട്ടി സമ്മേളനത്തിലെ പതിവ് വിമർശനങ്ങളല്ല, മറിച്ച് സിപിഐയുടെ അണികളും നേതാക്കളും നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധമായ വികാരത്തിന്റെ പ്രതിഫലനമാണ്. സിപിഐ പ്രതിനിധികളുടെ പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ചാണ്. നവകേരള സദസ്സുകളിൽ സിപിഐ മന്ത്രിമാർ മുഖ്യമന്ത്രിമാരുടെ വാഴ്ത്തുപാട്ടുകാരായി മാറിയെന്ന വിമർശനം ഇതിന് ഉദാഹരണമാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന മന്ത്രിമാരാണ് രണ്ടാം പിണറായി സർക്കാരിലുള്ളതെന്നും അവർക്ക് സ്വന്തം വകുപ്പുകളിൽ പോലും തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പ്രതിനിധികൾ ആരോപിച്ചു. നവകേരള ശില്പിയായി സിപിഐ കാണുന്നത് സി അച്യുതൻ മേനോനെയാണ് എന്നും മുഖ്യമന്ത്രിയെ മഹത്വവൽക്കരിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ല എന്നും അവർ ഓർമ്മിപ്പിച്ചു. സിപിഐയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ദീർഘകാലമായി സിപിഎമ്മിന്റെ ആധിപത്യത്തിൽ അതൃപ്തരാണ്. സിപിഎമ്മിന്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നും സിപിഐയെ പരിഗണിക്കുന്നില്ല എന്നും ഇവർ കരുതുന്നു. മുഖ്യമന്ത്രിയുടെ ജനകീയ പരിപാടികളിൽ പോലും സിപിഐക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നും അവർക്ക് പരാതിയുണ്ട്. ഈ അതൃപ്തിയാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രതിഫലിച്ചത്. പിണറായി സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയം എന്ന് കൊല്ലം ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയിലെ നൌഷാദ് എന്ന പ്രതിനിധിയുടെ വിമർശനം സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള സിപിഐയുടെ വിലയിരുത്തലിന്റെ സൂചനയാണ് നൽകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് പുറമെ സിപിഐ മന്ത്രിമാരുടെ വകുപ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സമ്മേളനത്തിൽ രൂക്ഷമായ വിമർശനങ്ങളുണ്ടായി. ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലിനെതിരെയാണ് ഏറ്റവും ശക്തമായ വിമർശനം ഉയർന്നത്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും മാവേലി സ്റ്റോറുകളും സാധനങ്ങൾ ലഭ്യമല്ല എന്നും പാറ്റകളും എലികളും പോലും പട്ടിണി കിടക്കുകയാണെന്ന് പ്രതിനിധികൾ ആരോപിച്ചു. പൊതുവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ആശ്വാസം നൽകേണ്ട സപ്ലൈകോയുടെ പ്രവർത്തനം താറുമാറായി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയുണ്ടാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു. ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പച്ചക്കറി ലഭിക്കേണ്ട ഹോർട്ടികോപ്പ് തകർന്ന അവസ്ഥയിലാണെന്നും പ്രതിനിധികൾ പറഞ്ഞു. ഹോർട്ട്കോപ്പിലെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും AC കാറുകൾ കറങ്ങി നടക്കുമ്പോൾ സ്റ്റാളുകളിൽ പച്ചക്കറി കണ്ടെത്താൻ പ്രയാസമാണെന്നും അവർ പരിഹസിച്ചു. ഈ വിമർശനങ്ങൾ സിപിഐ മന്ത്രിമാർ സ്വന്തം വകുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഓർമ്മിപ്പിക്കുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ സമ്മതിക്കുന്നുവെങ്കിൽ അത് മുന്നണിക്കും സർക്കാരിനും ഒരുപോലെ വെല്ലുവിളിയാണ്. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടുകൾക്കെതിരെയായി സമ്മേളനത്തിൽ വിമർശനങ്ങളുണ്ടായി. പ്രസ്താവനകളിലും പ്രതികരണങ്ങളിലും വ്യക്തത വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തൊട്ടുമുമ്പ് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചവരെ സംരക്ഷിക്കുമെന്ന അദ്ദേഹത്തിന്റെ നിലപാടാണ് പ്രധാനമായി വിമർശനത്തിന് വിധേയമായത്. പാർട്ടി സ്ഥാനങ്ങളിൽ രാജിവെച്ചവരെ എങ്ങനെയാണ് കൂടെ നിർത്തുന്നത്? പ്രതിനിധികൾ ചോദിച്ചു. ഈ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി PS സുബാലും ബിനോയ് വിശ്വനും തമ്മിൽ പരസ്പരമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചു. സമ്മേളനം നടക്കുന്ന സമയത്ത് രാജിവെച്ച കുണ്ടറിലെ നേതാക്കളെയും പ്രവർത്തകരെയും കുലംകുത്തികൾ എന്ന് സുബാൽ വിശേഷിപ്പിച്ചു. ഇത്തരം നേതാക്കളെ പാർട്ടിയിൽ വെച്ചു പൊറപ്പിക്കാനാവില്ല, അദ്ദേഹം വ്യക്തമാക്കി. ഒരു വശത്ത് പാർട്ടിയുടെ ഭരണപരമായ പ്രകടനങ്ങളെക്കുറിച്ചുള്ള പൊതുവിമർശനങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെയും ആഴം വ്യക്തമാക്കുന്നു. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾ കേവലം ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളായി മാത്രം കാണാൻ കഴിയില്ല. ഇത് സിപിഐ മുന്നണികൾക്കും സർക്കാരിന് നൽകുന്ന ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ്. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരും നേതാക്കളും ഭരണത്തിൽ അസംതൃപ്തരാണെങ്കിൽ അത് അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. സിപിഎമ്മിന്റെ ആധിപത്യത്തിന് നേരെ സിപിഐ തുറന്നു പറയാൻ തയ്യാറായത് ഇടതുമുന്നണിയിലെ പൊരുത്തക്കേടുകൾ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഭരണരംഗത്തെ പോരായ്മകൾ പരിഹരിച്ചില്ലെങ്കിൽ സിപിഐ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് കടന്നേക്കും. ഇത് സിപിഐ നേതൃത്വത്തിന് ഒരു വെല്ലുവിളിയാണ്. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ കൂടുതൽ സുതാര്യതയും മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും തുല്യ പ്രവർത്തനവും നൽകേണ്ടത് ആവശ്യകതയിലേക്കാണ് ഈ വിമർശനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. സിപിഐ മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങൾ പരിഹരിക്കാൻ CPM എന്ത് നടപടികൾ എടുക്കുമെന്ന് നിർണായകമാണ്.